ചിലരെങ്കിലും എന്നോട് പറഞ്ഞിട്ടൊരു കാര്യം ഇതാണ്, അച്ഛാ, ചില സമയത്തൊക്കെ ഞാൻ ദൈവത്തെ പരീക്ഷിക്കാറുണ്ട്. എൻ്റെ ആവശ്യങ്ങൾ കർത്താവ് നിറവേറ്റി തരാമെന്നൊക്കെ ഞാൻ നോക്കാറുണ്ട്. എനിക്കപ്പോൾ തോന്നാറുള്ളത്, നമ്മുടെ ദൈവം ഒരു ലാബിലെ കെമിക്കൽസാണോ? അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയും കുറച്ചൊക്കെ നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് എന്തെന്ന് അറിയാനായിട്ട്. ഇത് സയൻസ് ഒന്നുമല്ലല്ലോ, ഇത് ഫെയ്ത്ത് അല്ലേ? കണ്ണും പൂട്ടി വിശ്വസിക്കേണ്ട ഒരു ഇടമല്ലേ, ഒരു ദൈവമല്ലേ? ഇത് തിരിച്ചറിയാതെ പോവുകയാണെങ്കിൽ അത്ഭുതങ്ങളൊന്നും സംഭവിക്കില്ല. നിങ്ങൾ എത്ര ചോദിച്ചാലും കാര്യങ്ങൾ കിട്ടില്ല. അതാണ് ഇന്നത്തെ ഗോസ്പലിൽ നമ്മൾ കാണുന്നത്. യേശു സ്വന്തം സ്ഥലത്തേക്ക് വന്ന്, അവൻ്റെ നാടാണ്, ജനിച്ചു വളർന്ന സ്ഥലമാണ്, അവൻ കണ്ട മനുഷ്യനാണ്. പക്ഷേ അവർ അതിൻ്റെ അപ്പുറത്തേക്ക് എത്തിയില്ല. അവർ ജോസഫിൻ്റെയും മറിയത്തിൻ്റെയും മകനായിട്ടും കുറേ കൂട്ടുകാരൊപ്പം നടക്കുന്ന യേശുവുമായിട്ട് അവരെത്തിയുള്ളൂ. യേശുവിൽ നിന്നും ക്രിസ്തുവിലേക്ക് അവരെത്തിയില്ല. എത്താത്തത് കൊണ്ട് തന്നെ അവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. അവൻ മരപ്പണിക്കാരനല്ലേ എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ അപ്പൻ്റെ ജോലിയിൽ മാത്രം അവനെ ഒതുക്കി. അതുകൊണ്ട് അവൻ അത്ഭുതങ്ങളൊന്നും അവിടെ ചെയ്തില്ല. ഇവർക്ക് യേശുവിനെ അറിയാൻ പാടില്ല എന്നിട്ടൊന്നുമല്ല, ഇവർക്കറിയാം. ഇവർ പലയിടത്തും കേട്ടിട്ടുണ്ട്, പലയിടത്തും കണ്ടിട്ടുമുണ്ട് ഇവൻ സംസാരിക്കുന്ന അത്ഭുതങ്ങളും ചെയ്തതൊക്കെ. എന്നാലും അവർക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് അവിടെ അത്ഭുതങ്ങൾ സംഭവിച്ചില്ല. ഈ അത്ഭുതങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? വിശ്വസിക്കുമ്പോഴാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. അത്ഭുതങ്ങൾ സംഭവിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മളൊക്കെ വിശ്വസിക്കേണ്ടത്. അതാണ് ഡിഫറൻസ്. കർത്താവിനെ കണ്ണും പൂട്ടി വിശ്വസിക്കുന്നിടത്ത് അത്ഭുതങ്ങളൊക്കെ സംഭവിക്കും. കണ്ണും പൂട്ടി വിശ്വസിക്കാത്തിടത്ത് അത്ഭുതങ്ങൾ സംഭവിക്കില്ല. കർത്താവ് ലാബിലെ കെമിക്കൽ ഇൻസ്ട്രുമെൻസ് ഒന്നും അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയും കുറച്ച് നോക്കിയാൽ റിസൾട്ട് തരാനായിട്ട്. നമ്മളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി കർത്താവ് അത്ഭുതങ്ങളൊന്നും ചെയ്യില്ല. നമ്മൾ വിശ്വസിക്കുമ്പോൾ കർത്താവ് അത്ഭുതങ്ങളൊക്കെ ചെയ്യും. അതാണ് പ്രത്യേകത. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.